മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി KJ മാക്സി. തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി കൊച്ചി മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KJ മാക്സി 5-ാം ദിനം രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്ന പനയപ്പള്ളി ഫോർട്ട് കൊച്ചി ഈദ്ഗാഹുകളിൽ സന്ദർശിച്ച് വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നു. തുടർന്ന് മട്ടാഞ്ചേരി പ്രദേശത്ത് ഗൃഹസന്ദർശനം നടത്തി. വൈകിട്ട് ധോബിഖാന, ധോബി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് KJ മാക്സി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഫോർട്ട് കൊച്ചി RD ഓഫീസിലാണ് സമർപ്പണം. രാവിലെ 10:30 കോക്കേസ് ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കും. രാവിലെ റംസാനായതുകൊണ്ട് രാവിലെ പനയപ്പള്ളി MMH സ്കൂളിലും പരിപാടി ഗ്രൗണ്ടിലും പോയി. അത് ഈദ്ഗാഹ് ഉണ്ടായിരുന്നു. ഈദ്ഗാഹിലും ഇവിടെ പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം മട്ടാഞ്ചേരി ഭാഗത്താണ് കറങ്ങിയത്. മട്ടാഞ്ചേരി ഭാഗത്ത് ചില പ്രധാന വ്യക്തികളൊക്കെ കണ്ട് അങ്ങനെ ഉച്ചയോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാവുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാൻ വേണ്ടി ഇറങ്ങി. അത് ആദ്യം നമ്മുടെ റൂഫോസ് അങ്കിളിനെ പോയി കണ്ട്, ഫുട്ബോളിൻ്റെ റൂഫോസ് അങ്കിള്. പിന്നെ ഡോബി സ്ട്രീറ്റിലും ഡോബി ഖാനയിലൊക്കെ പോയി. ഫോർട്ട് കൊച്ചിയിൽ സാന്താക്രൂസ് സ്കൂളിലെ ജോയി മാസ്റ്ററെ കണ്ട്. കോൺഗ്രസിൻ്റെ പഴയ നേതാവ് TY യൂസഫിനെ കണ്ട്. അവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ്റെ ചെന്നാട്ട് ജോണിനെ കണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ള കപ്പിത്താൻ റാസ്കലിനെ കണ്ട്. ഇവിടെ ഇപ്പോൾ കുടുംബശാഖാ സംഘത്തിൻ്റെ ഭാരവാഹികളെ ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറി രാജു, ലോക്കൽ സെക്രട്ടറി MA താഹിർ ഉൾപ്പെടെ ഞങ്ങൾ കുടുംബസേവാ സംഘത്തിൻ്റെ അഭ്യർത്ഥി ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥന കൊടുത്തു. ആ അഭ്യർത്ഥന സ്വീകരിച്ച് എൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതെല്ലാം പോയത് ഇത്തരം കാര്യങ്ങളാണ് ഒടുവിൽ ചെയ്തത്. ഇതുവരെ നമ്മൾ പോയിട്ട് ജനങ്ങളുടെ നമ്മുടെ 10 വർഷത്തെ ആ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു വോട്ടർമാരുടെ ഒരു വിലയിരുത്തല്. നമ്മളിന്ന് മട്ടാഞ്ചേരി ഭാഗത്താണ് ജനങ്ങളുടെ കണ്ടത്. അവിടെ എല്ലാവർക്കും വലിയ സ്വീകാര്യതയായിരുന്നു. അവരെല്ലാവരും പ്രത്യേകിച്ച് നമ്മളുടെ മറ്റൊരു നെഗറ്റീവൊന്നും പറയാൻ സാഹചര്യമൊന്നുമില്ലായിരുന്നു. എല്ലാവരും വളരെ സ്വീകാര്യതയോടുകൂടി തീർച്ചയായിട്ടും ജയിച്ചു വരും എന്നുള്ള ഒരു അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. പൊതുവിൽ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളും മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളുമാണ് അവർ ഉയർത്തി കാണിച്ചത്. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നത് നോമിനേഷൻ LDFന്റെ കമ്മിറ്റി തീരുമാനിച്ചേക്കുന്നത് 21-ാം തീയതി രാവിലെ 10:30 മണിക്കാണ്. 10:30 മണിക്ക് LDFന്റെ പ്രവർത്തകരോടൊപ്പം LDFന്റെ നേതാക്കന്മാരോടൊപ്പം ഫോർട്ട് കൊച്ചി RD ഓഫീസിൽ പോയിട്ട് RDOക്കാണ് നോമിനേഷൻ സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.